വീട് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് വന്ന് പോവാനായിട്ടുള്ള ഒരിടം മാത്രമായിട്ട് മാറും നമ്മളുടെ വീട്. അങ്ങനെ വെക്കേഷന് വന്നു, 2 ദിവസം നിന്നു, ദാ തിരിച്ചു പോവാണ്. തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ ചിന്നുൻ്റെ വണ്ടി പിന്നെ കുറേ നാൾ എൻ്റെ കയ്യിലായിരിക്കും. ഞാൻ പോകുന്നതും വരുന്നതും അങ്ങനെ എൻ്റെ ചില കറക്കങ്ങളൊക്കെ ഈ വണ്ടിയിലാണ്. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രവീൺ ഞങ്ങളെ കൂട്ടാനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രവീനെ കൂട്ടാനായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൾ രാവിലെ പുറപ്പെട്ടതാട്ടോ, ഏർലി മോർണിംഗ്. രാത്രിയിലെ പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു പ്രവി വരാമെന്ന് പറഞ്ഞത്. പോകുമ്പോൾ പ്രവി ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആണ്. കാരണം പ്രാണനെ ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യത്തിൽ പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കിയേ വേണ്ട, പ്രവി ആയിക്കോളും. ഇപ്പം ഞാൻ ഫോൺ വെച്ച് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് വരികയാണ്, എവിടെ നോക്കിയാലും കണ്ടന്റ് ആണെന്നും പറഞ്ഞിട്ട്. അങ്ങനെ വന്ന വഴി പ്രാണനെ എണിപ്പിക്കുന്നത് ഒരു ടാസ്ക്കായി ഏറ്റെടുത്തിട്ട് പ്രവിയും പ്രാണയും കൂടി ഇങ്ങനെ എന്താ പറയുക, അവളെ രാവിലെ എണിപ്പിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവളെ കൂടെ കളിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ സാധാരണ ഇവിടെ നല്ല മൂടാക്കിയിട്ട് എണിപ്പിക്കാറ്. അങ്ങനെ എണീപ്പിച്ചതിന് ശേഷം നേരെ രണ്ടുപേരും ബ്രഷ് എടുത്തിട്ട് ഞാനും അച്ഛനും കുറച്ച് പരിപാടിയായിട്ട് പറമ്പത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് വന്നേക്കണം. വേറെ ഒന്നുമല്ല, പോണേൻ്റെ ഭാഗമായിട്ട് അച്ഛൻ കുറച്ച് സാധനങ്ങളൊക്കെ തന്നു വിടും, അമ്മ അതെ. അപ്പോൾ അച്ഛൻ്റെ കുറച്ച് എന്താ പറയുക അല്ലറ ചില്ലറ കൃഷികളൊക്കെ ഉണ്ട് വീടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട്. അപ്പോൾ അതിലെൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് കുള്ളിക്കിഴങ്ങ് വേണോ, ഞാൻ 2-3 കട പറിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നാൽ ശരി കൊണ്ടുപോകാം. കാരണം 2 ബാഗ് ഉണ്ടല്ലോ, പ്രിവ്യൂ ഓൾറെഡി ഒരു ബാഗ് കാലിയായിട്ടാണ് കൊടുത്തിട്ടില്ലേ. അപ്പോൾ അതിൽ കിട്ടാവുന്ന സാധനങ്ങൾ മൊത്തമായിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ, കല്യാണം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പോകുമ്പോൾ പറ്റാവുന്ന സാധനങ്ങൾ അത്രയും നമ്മുടെ പേരൻസ് നമുക്ക് തന്നയക്കും. അങ്ങനെ അച്ചാച്ചനെ സഹായിച്ചിട്ട് അവൾ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വീടിനടുത്ത് തന്നെ ഒരു കുഞ്ഞി കിണറുണ്ട്, അവിടെ നിന്ന് പപ്പയും മോളും അവരുടെ പരിപാടിയൊക്കെ തീർത്ത് അങ്ങ് അകത്ത് പോയി കേട്ടോ. ഈ സമയം ഞാനിങ്ങനെ അവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കായിരുന്നു. കാരണം എൻ്റെ ഫേവറേറ്റ് വണ്ണാണ് കൂർക്ക. അപ്പോൾ അത് മാന്തി നോക്കിയപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂർക്കേനെ ഞാൻ മാറ്റി നിർത്തി. അടുത്തത് എനിക്ക് അച്ഛൻ കുറച്ച് മഞ്ഞൾ പറിച്ചരാന്ന് പറഞ്ഞിട്ടോ. 10 കടയെ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം എനിക്ക് ഇവിടെ കൊടുന്നു കഴിഞ്ഞാൽ അത് ഉണക്കാനുള്ള സൗകര്യമൊന്നുമില്ല. പിന്നെ ഈ മഞ്ഞൾ വെച്ചിട്ട് എനിക്ക് അമ്മ ഒരു മഞ്ഞൾ ഹലുവ ഉണ്ടാക്കി തരാറുണ്ട്. അത് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ കർക്കിടക കഞ്ഞി കുടിക്കില്ലേ, ആ ടൈമിലൊക്കെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്, ഹെൽത്തിന് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ആ സാധനം. അത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ ഞാൻ റെസിപ്പി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അവിടുന്ന് നേരെ എൻ്റെ കണ്ണ് പോയത് വഴുതനങ്ങയുടെ അടുത്താണ് കേട്ടോ. 2 അച്ഛൻ വിത്തിന് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടം അത് വറുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അവിടുന്ന് നേരെ അമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. ഈ പപ്പക്കായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവൾക്ക് എന്താ ഇഷ്ടമില്ലാത്തത്, എനിക്ക് ഇങ്ങനത്തെ നാടൻ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു പപ്പക്കായ ഞാൻ പൊട്ടിച്ചെടുത്ത്. അത്യാവശ്യം മൂത്തിട്ടുണ്ട്, പഴുപ്പിച്ചിട്ട് കഴിക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ അമ്മ ഉണ്ടാക്കിയൊരു വാഴ, ഈ വാഴയുടെ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഇതിൻ്റെ പഴം ഇങ്ങനെ തന്നെ പഴുത്താലും. അപ്പോൾ അതും കൂടെ അമ്മ തന്നു. പിന്നെ അച്ഛൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പോയിട്ട് കുറച്ച് മുരിങ്ങയിടയിലൊക്കെ കൊണ്ടുവന്ന് അത് രണ്ടുപേരും കൂടെ കൊണ്ടുപോകാൻ സൗകര്യത്തിന് സെറ്റാക്കി തന്നു. പിന്നെ ഇതെല്ലാം പാക്ക് ചെയ്യണ്ടേ, അതൊരു വലിയ കടമയാണ്. അത് പിന്നെ പ്രവി വന്ന കാരണം കൊണ്ട് ഞാൻ പ്രൈവറ്റിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പണ്ടും പ്രവി പാക്ക് ചെയ്യാൻ ഭയങ്കര അടിപൊളിയാണ്. പ്രവിയുടെ കൂടെ പാക്ക് ചെയ്ത് നടന്ന് ഇപ്പോൾ ഞാനും നന്നായി പാക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ പരിപാടി ഞാനാ ചെയ്യാറ്. പക്ഷേ ഇന്ന് ഞാൻ പ്രവിക്കിട്ട് പണി കൊടുത്തു. ഈ തിരക്കിട്ട പാക്കിങ്ങിൻ്റെ ഇടയിൽ മേമിയും പ്രാണയും ടാബിൽ എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ കളിച്ചിരിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ ബാഗൊക്കെ റെഡിയായി. പ്രവിയുടെ ബാഗ്, എൻ്റെ ബാഗ്, പ്രാണയുടെ ബാഗ്, പിന്നെ ഒരു സൈഡ് ബാഗും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഈ ഒരു സീൻ ഭയങ്കര വിഷമാണ് മനസ്സിന്. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ സങ്കടം. പ്രാണ വലുതായതിന് ശേഷം അല്ലെങ്കിൽ പ്രാണ വന്നതിന് ശേഷം ഈ വീട്ടിൽ വന്ന് തിരിച്ചു പോകുക പറയുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് മറ്റത് ഞാൻ പോകുമ്പോൾ സങ്കടം ഉണ്ടാവാറുണ്ട്. പക്ഷേ മോളും കൂടെ വലുതായപ്പോൾ അവളുടെ ആ ഒരു കളിയൊക്കെ കണ്ടിട്ട് ഇവർക്ക് അവളെ മിസ് ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടമാണ്. എന്നും കരച്ചില്ല, ഇന്ന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതൊക്കെ ഞാനങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. 2 ടൈം ട്രിപ്പ് അടിച്ചിട്ടാണ് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയത്. ആദ്യം പ്രവീനെ കൊണ്ടാക്കി, തിരിച്ചു വരുമ്പോൾ പ്രാണ എൻ്റെ കൂടെ വന്നു. ദാ അവൾക്ക് ലാസ്റ്റായിട്ട് അവൾക്ക് ഊഞ്ഞാലാടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഊഞ്ഞാലെ ആടി ടാറ്റയും കൊടുത്ത് ഞങ്ങളെ ചിന്നു അവിടെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി. ചിന്നു ദാ പോയി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലെത്തി. അവിടുന്ന് ഓട്ടോ വിളിച്ച് സഫേറിൽ പോയി ഒരു ഊണൊക്കെ കഴിച്ച് നേരെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. പ്രാണനെ പിടിച്ച് ബർത്തിലും കയറ്റിയിരുത്തി. തിരക്കുണ്ടായിരുന്നു നല്ലതുപോലെ. അതായത് വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഡേ അല്ലേ, ആ ചൂടിനിടയിൽ ഇത് ആ പ്രാണയ്ക്ക് വീശൊക്കെ കൊടുത്ത് പ്രാണയോടൊപ്പം കളിച്ച് ചിരിച്ച് അങ്ങനെ ഞങ്ങൾ ഈ ഒരു ജേണി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്രാവശ്യം പ്രാണനെ ഈ വക കാര്യത്തിലൊക്കെ കൂടുതൽ കെയർ ചെയ്ത് പ്രവിയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് വളരെ ഈസി ആയിരുന്നു തിരിച്ചു പോക്ക്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തി.